അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 18 ശനിയാഴ്ച. വിഴിഞ്ഞം തുറമുഖത്തിലെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് 18 ആരംഭിക്കും. ഇതോടെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്തിൽ നിന്ന് സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്കു കവാടമായി വിഴിഞ്ഞം മാറും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് മിഷൻ സമുദ്ര ബിസിനസ് സംഗമവും സംഘടിപ്പിക്കും. പൗരത്വം തീരുമാനിക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലെന്ന് സുപ്രീം കോടതി. അതേസമയം പൗരത്വത്തിൽ സംശയമുള്ളവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് 21 ദിവസമായി നിരാഹാര സമരം നടത്തുന്ന സോനം വാങ്ചുക്കിനെ ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി. CJP പ്രവർത്തകരുടെ എതിർപ്പ് അവഗണിച്ചാണ് നടപടി. സർക്കാർ നിയോഗിച്ച ഡോക്ടർമാരുടെ സംഘം ജന്തർ മന്ദറിൽ എത്തിയിരുന്നു. വിവാദ നിയമന തട്ടിപ്പുകളിൽ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട രേഖകൾ PSC കൈമാറി. ചോദ്യപേപ്പർ, ഉത്തരസൂചിക, ഉദ്യോഗാർത്ഥികളുടെ പട്ടിക, അഭിമുഖത്തിന് വിളിച്ചവർ, ഓൺ സ്ക്രീൻ മാർക്കിംഗിന്റെ വിശദാംശങ്ങൾ തുടങ്ങിയ രേഖകളാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരുന്നത്. ചോദ്യപേപ്പർ മാറി നൽകിയതോടെ PSC പരീക്ഷ റദ്ദാക്കി. ആലപ്പുഴയിൽ ഇന്ന് നടന്ന ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലെ പരീക്ഷയിലാണ് പിഴവുണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പർ രാവിലത്തെ പരീക്ഷയ്ക്ക് നൽകി. ഇതോടെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ റദ്ദാക്കി. ജനപ്രതിനിധികൾ VIP-കളല്ലെന്നും ജനങ്ങളാണ് VIP-കളെന്നും കരുതിയ ആളാണ് ഉമ്മൻചാണ്ടിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അദ്ദേഹത്തിന് മുന്നിൽ വരുന്നവരായിരുന്നു VIP-കൾ. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടി മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റതിനാലാണ് കല്ലറയിൽ ഇപ്പോഴും തിരക്കെന്നും അദ്ദേഹം പറഞ്ഞു. KSU പ്രവർത്തകർക്ക് സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട വേദിയിലാണ് ആദ്യം ഉന്നയിക്കേണ്ടത്. ആദ്യം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം. ജനങ്ങൾ പ്രതീക്ഷയോടെ കാണുന്ന സർക്കാരാണിതെന്നും അദ്ദേഹം പറഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ 3 യാത്രക്കാരുമായി ബൈക്കിൽ ചുറ്റിക്കറങ്ങിയത് ഫോട്ടോയെടുത്ത പോലീസുകാരന് മർദ്ദനം. മുഖ്യമന്ത്രിയുടെ യാത്രാ സുരക്ഷയുടെ ഭാഗമായി ദേശീയപാതയിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസുകാരനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ കപ്രശ്ശേരി സ്വദേശികളായ ശ്യാം, റെനീഷ്, അഖിൽ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. കേരള വഖഫ് ബോർഡ് കേസിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീൽ തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചത്. KPCCയിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിക്കിടെ അലോഷ്യസ് സേവറിനെ പേരെടുത്ത് പറഞ്ഞ് സുധീരൻ പ്രശംസിച്ചു. ആരുടെ മുൻപിലും ആർജവത്തോടെ നിലപാട് പറയുന്നതാണ് KSUവിന്റെ പാരമ്പര്യം. താൽക്കാലികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. KSU ധീരമായി മുന്നോട്ട് പോകണമെന്നും VM സുധീരൻ പറഞ്ഞു. വർഷം 2026 ഇപ്പോഴും പവർ കട്ടിന് കാരണം മഴക്കാലമാണെന്ന് പറഞ്ഞ് സർക്കാർ കൈകഴുകുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇത് പ്രകൃതിയുടെ കുറ്റമല്ല, മനുഷ്യനിർമ്മിതമാണെന്നും ഇത് UDF സർക്കാരിന്റെ പരാജയമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പിണറായി വിജയന്റെ വീടിന് മുന്നിൽ സുരക്ഷയ്ക്കായി നിർത്തിയ പോലീസ് ജീപ്പ് സംബന്ധിച്ച് സുരക്ഷാ കമ്മിറ്റി പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പിണറായി വിജയൻ Z+ സുരക്ഷ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂരിൽ അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. കേസിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉടൻ പോലീസിന് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു.
LDF ഭരിക്കുന്ന ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ 10.25 കോടി രൂപയുടെ തട്ടിപ്പ്. ഇടുക്കി ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിൽ മുൻ പ്രസിഡന്റും സെക്രട്ടറിയും ജീവനക്കാരും ഉൾപ്പെടെ 13 പേർക്കെതിരെ മുരിക്കാശ്ശേരി പോലീസ് കേസെടുത്തു. കൂടത്തായി റോയ് വധക്കേസിൽ വിചാരണ അവസാന ഘട്ടത്തിലേക്ക്. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ഹരിദാസനെ വിസ്തരിച്ചതോടെ വിചാരണ പൂർത്തിയായി. കേസിൽ 130-ലേറെ സാക്ഷികളെയാണ് വിസ്തരിച്ചത്. ജോളി പ്രതിയായ കേസുകളിൽ ആദ്യം വിധി പറയുക റോയ് വധക്കേസിലായിരിക്കും. 2011 സെപ്റ്റംബറിൽ ജോളി തന്റെ ആദ്യ ഭർത്താവ് റോയ് തോമസിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മൂവാറ്റുപുഴ മാറാടി പഞ്ചായത്തിലെ 5-ാം വാർഡിൽ ദൂരപരിധി പാലിക്കാതെ പ്രവർത്തിച്ചിരുന്ന കള്ളുഷാപ്പ് എക്സൈസ് പൂട്ടിച്ചു. നിയമങ്ങൾ ലംഘിച്ചാണ് ഷാപ്പിന് അനുമതി നൽകിയതെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് എക്സൈസ് കമ്മീഷണറാണ് പ്രവർത്തനം അടിയന്തരമായി അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടത്. എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലെ അമ്മത്തൊട്ടിലിൽ നവജാത ശിശുവിനെ കണ്ടെത്തി. വിദഗ്ധ പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ യാതൊന്നുമില്ലെന്ന് വ്യക്തമായതോടെ കുഞ്ഞിനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും ചേർന്ന് ഏറ്റെടുത്തു. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദേവസ്വം ജീവനക്കാർ തമ്മിൽ റിസോർട്ടിൽ വെച്ച് ഏറ്റുമുട്ടി. ക്രൂരമായ മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഇരു ജീവനക്കാരെയും സർവീസിൽ നിന്നും അടിയന്തരമായി ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. രാജ്യത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്രം-1 നിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ ISROയുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1-ാം ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപിച്ചത്. മിഷൻ ആഗമൻ എന്നാണ് ഈ ദൗത്യത്തിന്റെ പേര്. ട്രെയിനുകളിലെ അമിത തിരക്കിനു പരിഹാരം കാണാൻ ഇന്ത്യൻ റെയിൽവേ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സുപ്രീം കോടതി. ട്രെയിനുകളുടെ വാതിൽക്കൽ നിന്ന് യാത്ര ചെയ്ത് യാത്രക്കാർ താഴെ വീണു മരിക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. റെയിൽവേ സെക്കൻഡ് ക്ലാസ് യാത്രക്കാരൻ എന്ന പ്രയോഗം നിർത്തലാക്കണമെന്ന് സുപ്രീം കോടതി. ക്ലാസ് വേർതിരിവ് കോച്ചുകൾക്ക് മാത്രമായിരിക്കണം. യാത്രക്കാരെ തരംതിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സമത്വ സങ്കല്പങ്ങൾക്ക് നിരക്കാത്തതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ബോളിവുഡ് നടൻ അമീർ ഖാന് വധഭീഷണി മുഴക്കി ലോറൻസ് ബിഷ്ണോയ് സംഘം. ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും താരമെന്ന പദവി ഇതിനുപയോഗിച്ചാൽ തീർത്തുകളയുമെന്നും ബിഷ്ണോയ് ഗ്യാങ്ങിന്റെ സന്ദേശത്തിൽ പറയുന്നു. മധ്യപ്രദേശിലെ ശിവ്പുരി ജില്ലയിലുള്ള 10-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച നർവാർ കോട്ടയിൽ നിന്ന് 400 വർഷം പഴക്കമുള്ള വൻ പീരങ്കി മോഷ്ടിക്കപ്പെട്ടു. ഏകദേശം 3.5 ടൺ തൂക്കമുള്ള ഈ പീരങ്കി അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘമാണ് കടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. പാർലമെന്റിൽ മണ്ഡല പുനർനിർണയ ബില്ലിനെ എതിർക്കുമെന്ന് തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ തമിഴക വെട്രി കഴകവും പ്രതിപക്ഷമായ DMKയും വ്യക്തമാക്കി. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ബിൽ കൊണ്ടുവരുമെന്നുള്ള സൂചനകളാണ് ഉള്ളത്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആന്ധ്രാപ്രദേശിൽ വീണ്ടും കോവിഡ് മരണങ്ങളും പുതിയ കേസുകളും റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് 3 ആഴ്ചയ്ക്കിടെ 4 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റും ഭരണകക്ഷിയായ BNPയുടെ സ്ഥാപകനുമായ സിയാവൂർ റഹ്മാനെ വധിച്ച കേസിൽ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ 45 വർഷങ്ങൾക്കു ശേഷം അറസ്റ്റിൽ. മുൻ ആർമി മേജറായ മുസാഫിർ ഹുസൈൻ ആണ് ധാക്കയിലെ ബനാനി DOHS പ്രദേശത്തുനിന്ന് പിടിയിലായത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാന്റെ പിതാവാണ് കൊല്ലപ്പെട്ട സിയാവൂർ റഹ്മാൻ. ഗൾഫിൽ യുദ്ധം തുടരുന്നതിനാൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു. കുവൈറ്റ് എയർവേസ് സർവീസുകൾ പുനഃക്രമീകരിച്ചു. US ഇറാൻ സംഘർഷം ഗൾഫ് മേഖലകളിലേക്ക് വ്യാപിച്ചതോടെ ദുബായിൽ കടുത്ത തൊഴിൽ പ്രതിസന്ധി. ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശ തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. യുദ്ധസമാനമായ അന്തരീക്ഷം മാസങ്ങൾ പിന്നിടുമ്പോൾ ദുബായിൽ പുതിയ തൊഴിലവസരങ്ങൾ ഇല്ലാതാവുകയും ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും പുതിയ ജോലികൾ കണ്ടെത്താൻ കഴിയാതാകുകയും ചെയ്യുമെന്ന് ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. നിലവിൽ 8 ഗോളുകൾ നേടി ലയണൽ മെസ്സിക്കൊപ്പം നിൽക്കുന്ന ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ ഈ മത്സരത്തിൽ എത്ര ഗോളുകൾ നേടുമെന്നാണ് ഫുട്ബോൾ ആരാധകരുടെ ആകാംക്ഷ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.